വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. കേരളമേറെ ഉറ്റുനോക്കിയ ഉത്ര വധക്കേസിന്റെ വിധി ഇന്ന് കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഉത്രയെ മുർഗൻ പാമ്പിനെ ഉപയോഗിച്ച് കടിപ്പിച്ചു കൊന്ന കേസിൽ ഭർത്താവ് സൂരജ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. കേസിൽ വിചാരണ നടത്തിയ കൊല്ലം 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് മജിസ്ട്രേറ്റാണ് ഈ വിധി പ്രസ്താവിച്ചത്. 4 വകുപ്പുകൾ അനുസരിച്ച് സൂരജ് കുറ്റക്കാരനാണ് എന്നാണ് കോടതിയുടെ വിധി. ഈ കേസിൽ സൂരജിനുള്ള ശിക്ഷ ബുധനാഴ്ച കോടതി വിധിക്കും. ഏത് തരത്തിലുള്ള ശിക്ഷയാണ് കോടതി വിധിക്കുക എന്നതാണ് കേരളം ഏറെ ഉറ്റുനോക്കുന്നത്. കൊല്ലപ്പെട്ട ഉത്രയ്ക്ക് നീതി ലഭിക്കുന്നത് പോലെയും കേരളത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഉതകുന്ന ഒരു ശിക്ഷ കോടതി വിധിക്കുമെന്നാണ് മലയാളികൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കോടതിയിൽ ജഡ്ജ് താൻ കുറ്റക്കാരനാണെന്ന് വിധി പറഞ്ഞപ്പോൾ നിർവികാരനായാണ് സൂരജ് പ്രതിക്കൂട്ടിൽ അത് കേട്ടു നിന്നത്. കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിച്ച ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ല എന്നായിരുന്നു പ്രതിയുടെ മറുപടി. നേരത്തെ വിചാരണയുടെ തുടക്കം മുതൽ താൻ നിരപരാധിയാണ് എന്നാണ് പ്രതി സൂരജ് കോടതിക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇന്ന് ആ അവകാശവാദം സൂരജ് നടത്തിയില്ല. കോടതി സൂരജ് കുറ്റക്കാരനാണെന്ന് വിധിച്ചതോടെ ഒന്നും പറയാനില്ല എന്നായിരുന്നു പ്രതിയുടെ മറുപടി. അതായത് അതുവരെ താൻ രക്ഷപ്പെടുമെന്ന് പ്രതി സൂരജ് വിചാരിച്ചു കാണും. അതുകൊണ്ടായിരിക്കാം വിചാരണയുടെ തുടക്കം മുതൽ താൻ നിരപരാധിയാണ് എന്ന് സൂരജ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇനി തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് തോന്നിയതോടെയാവാം ഒന്നും പറയാനില്ല എന്ന് നിർവികാരനായി പ്രതി സൂരജ് പറഞ്ഞത്. കൂടാതെ ഒന്നും അവശേഷിപ്പിക്കാതെ പഴുതടച്ച അന്വേഷണമാണ് പോലീസ് ഈ കേസിൽ നടത്തിയത്. ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടത്തിയ പ്രതി സൂരജിനെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയത്. വിചിത്രവും പൈശാചികവുമായ കൊല ചെയ്ത പ്രതിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻ രാജ് വാദിച്ചു. അടൂരിലെ സൂരജിന്റെ വീട്ടിൽ വെച്ച് ആദ്യത്തെ തവണ അണലിയുടെ കടിയേറ്റ ഉത്ര ആശുപത്രിയിലായി വേദന കൊണ്ട് പുളയുമ്പോൾ മറ്റൊരു കൊലപാതകത്തിന് ആസൂത്രണം നടത്തിയ ക്രൂരനാണ് സൂരജ് എന്നും പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുന്ന വിധിയായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നും വധശിക്ഷ നൽകാവുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും പ്രോസിക്യൂട്ടർ മോഹൻ രാജ് ചൂണ്ടിക്കാട്ടി. ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന ഭർത്താവ് സൂരജിന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ അപൂർവതകൾ നിറഞ്ഞ കേസിലാണ് ഒടുവിൽ കോടതി ഇന്ന് വിധിയെഴുതിയത്. 87 സാക്ഷികൾ നൽകിയ മൊഴികളും 288 രേഖകളും 40 തൊണ്ടിമുതലുകളും അപഗ്രഥിച്ച ശേഷമാണ് കൊല്ലം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് എം മനോജ് ഈ വിധി പ്രഖ്യാപിച്ചത്. അതേസമയം കനത്ത പോലീസ് സുരക്ഷയാണ് പോലീസ് കോടതിയിൽ ഒരുക്കിയത്. വിധി അറിയാൻ നിരവധി ആളുകളാണ് കോടതി പരിസരത്ത് തടിച്ചുകൂടിയത്. 2020 മെയ് 6 രാത്രിയാണ് അഞ്ചൽ ഏറം വിഷുവിൽ, അതായത് വെള്ളേശ്ശേരിയിൽ വിജയസേനന്റെ മകൾ ഉത്രയെ ഭർത്താവ് സൂരജ് പാമ്പ് കടിപ്പിച്ചു കൊന്നത്. സ്വത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ ഭർത്താവ് മുർഗൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുകയായിരുന്നു. 3 തവണയാണ് സൂരജ് ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചത്. ഇതിൽ 2 തവണ ഉത്രയ്ക്ക് പാമ്പിന്റെ കടിയേറ്റു. ഭർത്താവ് സൂരജ് മുർഗൻ പാമ്പിനെ ഉപയോഗിച്ച് കടിപ്പിച്ച് ഭാര്യയെ ഉത്രയെ കൊലപ്പെടുത്തി എന്നതാണ് കേസ്. ഏതായാലും ബുധനാഴ്ച ഈ കേസിൽ നിർണായകമായ വിധി വരാനുണ്ട്. അത് സൂരജിന്റെ ശിക്ഷയെ പറ്റിയുള്ള വിധിയാണ്. ആ വിധി ഏത് തരത്തിലാണ് എന്ന് നമുക്ക് വീക്ഷിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.